എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൈറ്റനിങ് കിട്ടാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഗ്ലോയൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ എന്നുള്ള അളവിൽ കടലമാവാണ്. അപ്പോൾ കടലമാവ് എല്ലാ സ്കിന്നുകാർക്കും യോജിക്കണമെന്നില്ല. കടലമാവിൽ എന്തെങ്കിലും അലർജിയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളവർക്ക് ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ള അളവ് എത്രയാണോ ആ ഒരു അളവിന് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ്. സെയിം അളവിൽ 1/2 ടീസ്പൂൺ എന്നുള്ള അളവിൽ ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമഞ്ഞൾ പൊടിയും എടുക്കാം. പക്ഷെ നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കുന്നത് എടുക്കരുത്. അല്ലാതെ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടി ഇല്ലാതെ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോയുടെ ജ്യൂസാണ്. അത് 1 ടീസ്പൂൺ എന്നുള്ള അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ സ്കിന്നുകാരാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എന്നുള്ള അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് ഒരുപാട് ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴുകുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 മിനിറ്റ് വളരെ സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്